ഷാലൂസ് മ്യൂസിക്കൽ റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷാലി ചേച്ചി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 അടിപൊളി കോംബോയാണ് കൊണ്ടുവന്നേക്കുന്നത്. നല്ല ഇൻഡോറിലേക്കൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള കോംബോകൾ. അപ്പോൾ നമുക്ക് പ്ലാന്റ്സുകളൊക്കെ ആദ്യം തന്നെ വേഗത്തിൽ കണ്ടുപോകും. ഒത്തിരി പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട്. അതുപോലെ ഇക്സോറ നമ്മൾ ചെത്തി റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാം കേട്ടോ. വേഗത്തിൽ തന്നെ ഇതിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഹവോത്തിയ ട്രുങ്കാറ്റ എന്ന് പറയുന്നതാ ഇങ്ങനെയുള്ള ഈ പ്ലാന്റ് നമുക്ക് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ പോട്ടിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഇത് വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്, കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന എല്ലാ പ്ലാന്റും കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കാറ്റലോഗ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓർഡർ ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ആദ്യം തന്നെ അവിടെ പറഞ്ഞു, പ്രൊഫഷണൽ DTDC അങ്ങനെ 2 കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുക. പ്ലാന്റുകൾക്ക് ഒന്നും പോട്ടുകൾ ഉണ്ടായിരിക്കില്ല കേട്ടോ. പോട്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ നമ്മൾ പോട്ട് സഹിതമായിരിക്കും വിടുന്നത്. അല്ലാത്ത പ്ലാന്റുകളൊക്കെ നമ്മൾ പോട്ട് മാറ്റിയിട്ടായിരിക്കും വിടുക കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. പിന്നെ വിതിൻ 2 ഡേയ്സ് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് നമ്മൾ അതിനുള്ള മുൻകരുതലുകളൊക്കെ എടുത്തിട്ട് തന്നെ ആ പ്ലാന്റുകൾ വിടുന്നത്. ഒരു ക്ഷീണവും സംഭവിക്കില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇക്സോറ പ്ലാന്റുകളൊക്കെ വിട്ടത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം. പിന്നെ നടുന്ന കാര്യങ്ങളോടും കൂടി കുറച്ച് ഇതായിട്ട് വീഡിയോയിൽ പറഞ്ഞു പോകാം കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ആ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ പറഞ്ഞേക്കുവാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഇതും നമ്മുടെ ഹവോത്തിയ വെറൈറ്റി തന്നെയാണ്. ഹവോത്തിയ ഹൈബ്രിഡ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി. നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു 8 മാസത്തോളമായി എന്ന് തോന്നുന്നു ഇങ്ങനെ പ്ലാന്റ് വന്നിട്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ അധികം സ്റ്റോക്കിലില്ല. ഇപ്പോഴും നമ്മൾ അന്നൊക്കെ വന്നത് നല്ല പ്ലാന്റുകളായിരുന്നു. ഇപ്പോഴും ഇതിപ്പോൾ 3 in 1 ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു പോട്ടിൽ 3 പ്ലാന്റ് ആയിട്ടാണ് കേട്ടോ. അതാ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഇതും കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. റേറ്റുകൾ നിങ്ങൾക്ക് റേറ്റ് എല്ലാം സഹിതം കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് റേറ്റുകൾ പെട്ടെന്ന് ഓർമ്മയിൽ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ റേറ്റ് പറഞ്ഞു പോവാത്തത് കേട്ടോ. അടുത്ത പ്ലാന്റ് നമ്മുടെ ജയ്പോങ് റെഡ്. നല്ല റെഡ് കളറാവുന്ന വെറൈറ്റികൾ എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ. ചെറിയ സൈസിലുള്ള പ്ലാന്റാണ് വന്നിരിക്കുന്നത്. ഇത് ഒരുവിധം കുറച്ച് സൈസ്, ഇതിലും ചെറിയ സൈസുകളൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇങ്ങനെ. പിന്നെ ഇത് നമ്മുടെ അഗ്ലോണിമ പിങ്ക് ഡാൽമേഷ്യൻ. ഇതിൻ്റെ പിങ്ക് കളറൊക്കെ കയറി വരുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അതാ പിങ്കൊക്കെ ആയിക്കോളൂ കേട്ടോ. ഒരു പോട്ടിൽ കൂടുതൽ ഷൂട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതാ ഇങ്ങനെയാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഡിസിഡിയ വെറൈറ്റി. ഇങ്ങനെയുള്ള വെറൈറ്റി ഡിസിഡിയ ഒയാന്ത വേരിഗേറ്റഡ് ഒയാന്ത എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് മില്യൺ ഹാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്തോ വന്നേക്കുന്നത്. എനിക്കിത് അങ്ങനെ ഉറപ്പില്ല. ഡിസിഡിയ വെറൈറ്റിയാണ്. ഇതാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ഇങ്ങനെ ഹാങ് ചെയ്ത് പോയിട്ട് കട്ട് ചെയ്ത് വിട്ടേക്കുന്ന പരുവത്തിലാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ കുറച്ച് കട്ടിങ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ അങ്ങനെ കട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് ഒത്തിരി ഇങ്ങനെ ഷൂട്ട്സുകളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ വരുന്ന പരുവത്തിലുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത പാട് കാണുമ്പോൾ അങ്ങനെ ഓർക്കരുതിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നതല്ല കേട്ടോ. ഇങ്ങനെ നല്ല ഭംഗിയിൽ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പ്ലാന്റാണ്. നമുക്ക് ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ ഡൈനിങ് ടേബിളിൽ സെറ്റ് ചെയ്തേക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ നേരത്ത് വേഗത്തിൽ തന്നെ ഇതൊരു ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ സെറ്റ് ചെയ്തേക്കുന്നതാണ്. എപ്പോഴും അവിടെ തന്നെ ഒന്നും അല്ല കേട്ടോ വെക്കണം. ഞാൻ പ്ലാന്റുകൾ മാറ്റി മാറ്റി വെക്കാറുണ്ട്. ചിലപ്പോൾ ഒരു പ്ലാന്റും ഉണ്ടാവാറില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നുമ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് എടുത്ത് വെക്കും. അപ്പോൾ നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. പുറത്തുനിന്നൊക്കെ നല്ലോണം വെളിച്ചം കിട്ടുന്നതാണ് എൻ്റെ ഡൈനിങ് റൂമൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ മാറ്റി വെക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ടേബിളിലൊക്കെ നമുക്ക് സൈഡ് ടേബിളിലോ അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൻ്റെ ടേബിളിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നല്ലതാണ്. അല്ലെങ്കിൽ ബാൽക്കണിയിലൊക്കെ സെറ്റ് ചെയ്യാൻ. ഇപ്പം ഇങ്ങനെ തന്നെ ഹാങ്ങിങ് ഇതിൽ തന്നെ സെറ്റ് ചെയ്യണമെന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പോൾ ഹാങ്ങിങ് പോട്ടിലാണെങ്കിലും പോട്ട് ഉണ്ടായിരിക്കില്ല കേട്ടോ. പിന്നെ അലക്കേഷ്യ വെറൈറ്റി, അലക്കേഷ്യ വെൻഡി എന്ന് പറയുന്ന വെറൈറ്റി ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ്. നല്ല പ്ലാന്റാണ് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ വന്നിരിക്കുന്നത് നമ്മളുടെ കുറച്ച് അഡീനിയങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ നമ്പർ പറയുന്നില്ല, കുറച്ച് മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കാറ്റലോഗിൽ കൊടുത്തേക്കാം. കാറ്റലോഗിൽ നിങ്ങൾ നമ്പർ വൈസ് കൊടുത്തിട്ടുണ്ട്. 1 to 5 വെറൈറ്റിയേ വന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ആദ്യത്തെ വെറൈറ്റി ഞാൻ കാണിച്ചു പോകുന്നത് ഇതാണ്. സിംഗിൾ പെറ്റലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ സിംഗിൾ പെറ്റലാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഇതിലൊക്കെ പെട്ടെന്ന് ഒത്തിരി പൂക്കളുണ്ടാവും. എപ്പോഴും പൂക്കളുണ്ടാവും. പ്ലാന്റ് വന്നേക്കുന്നത് ഈ ഒരു നല്ല അടിപൊളി പ്ലാന്റാണ് വന്നിരിക്കുന്നത്. പിന്നെ വേറൊരു സിംഗിൾ പെറ്റൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച സിംഗിൾ പെറ്റൽ ചോദിച്ചതുണ്ട്. പക്ഷെ അധികം വന്നിട്ടില്ല. നമുക്ക് ഇങ്ങനെ നല്ല ഭംഗിയുള്ള സിംഗിൾ പെറ്റൽ. ഇതാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്.
കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിക്കോളൂ. പിന്നെ ഒരു ഇത് വന്നേക്കുന്നത് ഇതാണ് കേട്ടോ. ഇതിൻ്റെ കളർ കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. പൂ കണ്ടിട്ട് ഒരു യെല്ലോ ഷെയ്ഡ് ചേർന്നിട്ടുള്ള ഒരു ഓറഞ്ച് യെല്ലോ അങ്ങനെയൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്. പക്ഷേ പ്ലാന്റ് നല്ല സൂപ്പർ പ്ലാന്റാണ്. നിങ്ങൾക്ക് ബോൺസായി ഒക്കെ ആയിട്ട് വളർത്താൻ പാകത്തിനുള്ള ഒരു പ്ലാന്റാണ്. ഇതാ അടിപൊളി പ്ലാന്റ് കേട്ടോ. പിന്നെ ഉള്ളത് ഈ ഒരു കളറാണ്. ഇങ്ങനെ ഒരു കളറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതാ പ്ലാന്റ് ഇതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ ഓർഡർ ചെയ്തോളൂ. ഇത് വലിയ പ്ലാന്റുകളാണ്, അതുകൊണ്ട് തന്നെ 350 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ ഒരു പ്ലാന്റ് വന്നിരിക്കുന്നത് ഇതാണ്. ഇത് നല്ല പ്ലാന്റ് ആണ് കേട്ടോ. അത് പൂ ഉണ്ടായിരുന്നു, പൂ കൊഴിഞ്ഞു പോയി. വൈറ്റിൽ ഒരു പിങ്ക് ഒരു റോസ് ഷെയ്ഡ് കയറി വരുന്ന ടൈപ്പ് പ്ലാന്റാണ്. നല്ല പ്ലാന്റാണ്, നല്ല വലിയ പ്ലാന്റാണ് കേട്ടോ. ഇങ്ങനെ 5 വെറൈറ്റിയാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. കാറ്റലോഗിലുണ്ട്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് ഓർഡർ ചെയ്തോളൂ. ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇക്സോറ പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ചെത്തി. അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. പല ടൈപ്പിലുള്ളത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ മിക്സ് ചെയ്ത കളറാണ്. 3 കളറ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നപ്പോൾ 2 കളറായിരുന്നു, യെല്ലോയും റെഡും. അങ്ങനെ 2 കളറായിരുന്നു. ഇപ്പോൾ ഈ പ്രാവശ്യത്തിൽ 3 കളറോടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അതിന് കുറച്ച് റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അതല്ലാതെ യെല്ലോ മാത്രമായിട്ട് അങ്ങനെ ഉണ്ട്. ഇങ്ങനെ യെല്ലോ മാത്രമായിട്ട് അങ്ങനെ വരുന്നുണ്ട്. റെഡ് മാത്രമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ റോസ് മാത്രമായിട്ട് ഇങ്ങനെയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് മാത്രം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, 3 എണ്ണം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, 2 എണ്ണം 2 കളർ വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം കേട്ടോ. അതായത് ഒരു പോട്ടിൽ 2 കളറ്, 3 കളറ്, സിംഗിൾ കളറ് അങ്ങനെയായിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 കളറാണ് വേണ്ടെങ്കിൽ 2 കളർ ഏതൊക്കെ കളറുകളാണെന്ന് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇപ്പം നമ്മൾ കാറ്റലോഗിൽ കൊടുത്തേക്കുന്നത് റെഡും യെല്ലോയും കൂടെ ചേർന്നിട്ടാണ് കാറ്റലോഗിൽ കൊടുത്തേക്കുന്നത്. ഇനി നിങ്ങൾക്ക് അതല്ല വേണ്ടേ, റെഡും ഇപ്പം ഈ റോസും കൂടെ വേണമെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്ത് അങ്ങനെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ റെഡും ഇത് മഞ്ഞയും ഇതും കൂടെ മിക്സ് ചെയ്ത് റോസും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമായല്ലോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ 3 കളർ വേണമെങ്കിൽ അങ്ങനെയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതെങ്കിൽ സിംഗിൾ ആണെങ്കിൽ അങ്ങനെയും വന്നിട്ടുണ്ട്. ഏതാ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എടുത്തോളൂ കേട്ടോ. സെലക്ട് ചെയ്തോളൂ, നിങ്ങളുടെ ഇഷ്ടം അതനുസരിച്ച് സെലക്ട് ചെയ്തോളൂ. ഇതിൽ മാത്രം കുറച്ച് റേറ്റ് വ്യത്യാസം വരും 3 പ്ലാന്റുകളായിട്ട്. അപ്പോൾ ചിലപ്പോൾ ഇതിൽ വന്നിരിക്കുന്നതിൽ റോസാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ യെല്ലോ ആയിരിക്കും കൂടുതൽ. ഞാൻ കാറ്റലോഗിൽ കൊടുത്തേക്കുന്നതിൽ റെഡാണ് കൂടുതൽ വരുന്നത്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ വരിക യെല്ലോ ചിലപ്പോൾ കൂടുതലായിട്ടായിരിക്കും വരിക കേട്ടോ. അങ്ങനെ ഇങ്ങോട്ട് ഓർത്തിരിക്കുക കേട്ടോ. ഞാൻ പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. അത് പ്രത്യേകം പറയാനുള്ള കാര്യമാണ്. ഇതിപ്പോൾ നമുക്ക് മണ്ണിൽ വരുന്ന ചെടികൾ പ്രത്യേകം ഓർത്തിരിക്കുക. ഇങ്ങനെയുള്ള വെറൈറ്റികൾ നമ്മുടെ പുറത്ത് വയ്ക്കുന്ന ചെടികൾ മണ്ണിലാണ് നമുക്ക് സാധാരണ ചെടികളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള വേരുകളുള്ള ചെടികളാണെങ്കിൽ അത് ഒന്നില്ലെങ്കിൽ ടിഷ്യൂവിലോ ജിഫി ബാഗിലോ അല്ലെങ്കിൽ നെറ്റ് പോട്ടിലോ ഒക്കെ ആയിരിക്കും വരിക. അപ്പോൾ ഇതിൻ്റെ പോട്ട് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ഡിസ്പോസിബിൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് പോട്ടാണ്. ഇങ്ങനെ ഇത് കാണാൻ പറ്റും നിങ്ങൾക്ക്. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച എല്ലാവർക്കും കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ പോട്ടുകൾ, ചെറിയ പോട്ടുകൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് മാറ്റണ്ട കേട്ടോ, അങ്ങനെ തന്നെ നടുക. കാരണം ഇങ്ങനെയുള്ള പ്ലാന്റുകൾ വേര് അനങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷേക്ക് ആയി കഴിഞ്ഞാൽ ചീത്തയാനുള്ളൊരു സാധ്യതയുണ്ട്. വേര് പെട്ടെന്ന് പൂക്കൾ കരിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. പൂക്കളല്ല, ചെടി തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ മുൻകരുതൽ എന്ന രീതിയിലാണ് ആ പോട്ട് അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് നമ്മൾ വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെടികൾക്ക് ഒരു ക്ഷീണവും വരില്ല. അപ്പം നിങ്ങളുടെ അടുത്ത് വരുമ്പോഴും അത് അവിടെ ഇരുന്നു എന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല. ഇത്രയും വലിയ പോട്ടിൽ ഇങ്ങനെ 3 പോട്ടുകളുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഇരുന്നു എന്ന് വെച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ തന്നെ എടുത്തിട്ട് നട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഈ പോട്ടിൽ ഇപ്പോൾ വന്നേക്കുന്നത് നിങ്ങൾക്ക് 3 പോട്ടായിട്ട് മാറ്റി നടണമെങ്കിൽ അങ്ങനെ നടാം, അല്ലെങ്കിൽ സിംഗിളായിട്ട് നടണമെങ്കിൽ അങ്ങനെ നടാം. അപ്പോൾ ഈ പോട്ടുകൾ അവിടെ അടിയിൽ ഇരുന്നോട്ടെ, കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നമ്മുടെ ഫൈക്കസ് ട്രയാങ്കുലാരിസ് അതൊക്കെ അതിൻ്റെ അടിയിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള വേരുകൾ. അതൊക്കെ പെട്ടെന്ന് തന്നെ ഈ ചൂടടിച്ച് കഴിഞ്ഞാൽ ചെടികൾ ചീത്തയായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ തന്നെ വിടുന്നത് നമ്മൾ. അപ്പോൾ അത് അങ്ങനെ തന്നെ നിങ്ങൾ മണ്ണിലേക്ക് നട്ടാൽ മതി കേട്ടോ. പിന്നെ മണ്ണിൽ വരുന്ന നമ്മളുടെ എസ്റ്റർഡേ ടുഡേ അല്ലെങ്കിൽ നമ്മുടെ സാൻഡ് പേപ്പർ വൈൻ അങ്ങനെയൊക്കെ ഉള്ളതിന് മണ്ണുണ്ടാവും അടിയിൽ. അത് മണ്ണ് ഒരു കാരണവശാലും മാറ്റണ്ട കേട്ടോ. മാറ്റാതെ തന്നെ നിങ്ങൾ നട്ടോളൂ. അതിനുള്ള ഇതായിട്ടാണ് നമ്മൾ ആ ഷേക്ക് വരാത്ത രീതിയിൽ ആ മണ്ണ് അവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ അത് ഒട്ടും മാറ്റണ്ട, അങ്ങനെ തന്നെ മണ്ണിലേക്ക് നട്ടാൽ മതി കേട്ടോ.
അപ്പോൾ ആ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ജിഫിയും ഇങ്ങനെയുള്ള പോട്ടുകളും ഒന്നും മാറ്റാതെ തന്നെ നട്ടോളും. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇഷ്ടംപോലെ വേരുകൾ വന്നോളും. വേരുകൾ സൈഡിലേക്ക് ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ വന്ന് അത് അങ്ങോട്ട് പിടിച്ചോളും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ കോംബോയിലേക്ക് പോവാം. പ്ലാന്റുകളൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കോംബോയിലേക്ക് പോകാം കേട്ടോ. ആദ്യത്തെ കോംബോ എന്ന് പറയുന്നത് നമ്മുടെ പോത്തോസിൻ്റെ കോംബോയാണ്. പോത്തോസ് എല്ലാവർക്കും ഒത്തിരി ആഗ്രഹമുള്ളതാണ്. ഇപ്പം നമ്മൾക്ക് ബാങ്കുകളിലോ അല്ലെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പോത്തോസാണ്. ഇപ്പോൾ പോത്തോസ് ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല, എന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത് പോത്തോസിന് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കോംബോയിൽ നമ്മൾ 3 പോത്തോസാണ് കൊണ്ടുവന്നേക്കുന്നത്. അതിൽ ഒരെണ്ണം നമ്മൾ റെയറായിട്ട് കാണുന്ന പോത്തോസും കൂടെയാണ്. അപ്പോൾ അതാ ഇത് ആദ്യത്തെ പ്ലാന്റ് നമ്മുടെ നിയോൺ പോത്തോസ്. ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. ഇപ്പോൾ ചിലർ വിചാരിക്കും ഇതെന്താ പോത്തോസിൻ്റെ ഇത് കോംബോ ഇതൊക്കെ ആരെങ്കിലും വാങ്ങിക്കുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് പോത്തോസിന് തന്നെയാണ്. വീടുകൾ ഇങ്ങനെ നമ്മുടെ ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി പേർക്ക് ആവശ്യമുണ്ട്. ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഇത് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പോട്ടുകളായിരിക്കും. രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് നമ്മുടെ മഞ്ജുള പോത്തോസ് ആണ്. ഇതാണ് മഞ്ജുളയുടെ റൗണ്ട് ഷേപ്പിൽ ഉള്ളതാണ്. മാർബിൾ അല്ല കേട്ടോ, മഞ്ജുളയാണ് പ്ലാന്റ് വരുന്നത്. ഈ ഒരു സൈസൊക്കെ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ. പിന്നെ മൂന്നാമത്തേതെന്ന് പറയുന്നത് നമ്മൾ ബ്ലാക്ക് പോത്തോസ് എന്ന് പറഞ്ഞ് നമ്മൾ ഏറ്റവും നല്ല ഡിമാൻഡുള്ള പോത്തോസ്. ഇത് നമുക്ക് ഒത്തിരി അങ്ങനെ കിട്ടാറില്ല, റെയറായിട്ട് വരുന്ന പ്ലാന്റുകൾ ഒക്കെ കൂടെയാണ്. അപ്പോൾ നമുക്ക് സീസണലായിട്ട് ഇങ്ങനെ 2-3 മാസമൊക്കെ കൂടുമ്പോൾ ചിലപ്പോൾ വരും. അത് ഉറപ്പ് പറയാനും പറ്റില്ല. അപ്പോൾ താല്പര്യമുള്ളവർ ഇപ്പോൾ വാങ്ങിച്ചോളൂ കേട്ടോ. ബ്ലാക്ക് പോത്തോസ് അല്ലെങ്കിൽ സിങ്കോണിയം എർത്രഫുളിൽ നിന്നാണ് പറയുന്നത്. 2 പേരിലും അറിയപ്പെടുന്നുണ്ട്. സാധാരണ കോമൺ ആയിട്ട് നമുക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ബ്ലാക്ക് പോത്തോസ് എന്ന് പറഞ്ഞിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ സിങ്കോണിയം വെറൈറ്റി തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെ ഒരു റെഡ് കളറായിട്ട് ഒരു എന്താ പറയുക, ഒരു എന്താ ഇതിന് പറയുക, ഒരു കാപ്പി കളർ അങ്ങനെയായിട്ടുള്ളൊരു കളറും മോൾ ഭാഗത്തിൽ ഒരു എന്താ ബർഗണ്ടി കളർ അതും കൂടെയൊക്കെ ചേർന്നിട്ടുള്ളൊരു കളറാണ്. ഇതൊക്കെ കളറൊക്കെ കറക്റ്റ് ആണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ അങ്ങോട്ട് പറഞ്ഞു പോകുന്നുള്ളൂ. ഇങ്ങനെയാണ് കേട്ടോ പ്ലാന്റ് വരുന്നത്. അപ്പോൾ 3 പ്ലാന്റിനും കൂടെ 400+ കൊറിയറാണ്, 400+ കൊറിയർ ഇങ്ങനെ വരുന്നത് കേട്ടോ. ഇങ്ങനെ ഫുൾ പോട്ടാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ. പിന്നെ രണ്ടാമത്തെ കോംബോ വരുന്നത് നമുക്ക് ഏറ്റവും ഇൻഡോറിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്മളുടെ സാൻസവേരിയ വെറൈറ്റിയാണ്. അതിൽ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് സാൻസവേരിയ ബ്ലാക്ക് ജാക്ക് തന്നെയാണ്. ഇത് കേട്ടോ, ഒരു ബോർഡർ യെല്ലോയും നടുക്ക് പച്ചയായിട്ടുള്ള വെറൈറ്റി. ഇങ്ങനെ ബ്ലാക്ക് ജാക്ക്. ഇത് നമ്മൾ സാധാരണ കൊണ്ടുവരാറുള്ളതാണ്. ഇനി അടുത്തത് നല്ലൊരു സുന്ദരിക്കുട്ടിയാണ്, സാൻസവേരിയ ബോൺസെൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ്. ഇത് കുറച്ച് ബുദ്ധിമുട്ടായി. ഈ പ്ലാന്റ് വരുമ്പോൾ നമ്മൾ ചെയ്യാറില്ല, കാരണം ഇത് പാക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പേടി അത് ചെയ്യാനായിട്ട്. ഇപ്പോഴും എനിക്ക് പേടി തന്നെയാണ്. ഒന്ന് ട്രയൽ എന്നുള്ള രീതിയിലായിരുന്നു ഈ പ്രാവശ്യം നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ അഡ്ജസ്റ്റൊക്കെ ഒന്ന് ഡാമേജ് ആവാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ പറയുകയാണ്. അതിനുള്ള മുൻകരുതൽ എടുത്തിട്ടാണ് വരുന്നത്. പക്ഷെ എന്നാലും ഷാർപ്പ് എഡ്ജ് ആയതുകൊണ്ട് ഒരു ഇത് പറയുവാണ് കേട്ടോ ഞാൻ. ഒരു പോട്ടിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇതിലിപ്പോൾ 2 പ്ലാന്റുകളൊക്കെയാണ്, 2, 3, 4 ഉണ്ട് ഇതിൽ കേട്ടോ. എന്തായാലും മിനിമം 2 പ്ലാന്റെങ്കിലും ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് കേട്ടോ പ്ലാന്റ് വരുന്നത്. അപ്പം ഇത് രണ്ടിനും കൂടെ എത്രയാണ് വരുന്നത്? 300+ കൊറിയറാണ് വരുന്നത് കേട്ടോ. 300+ കൊറിയർ. ഇത് തന്നെ എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ ഉണ്ടെങ്കിൽ ഇതും കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. താല്പര്യമുള്ളവർ അതനുസരിച്ച് ഓർഡർ ചെയ്തോളൂ. 300+ കൊറിയർ. നല്ല പ്ലാന്റാണേ. പിന്നെ അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ 1000 റുപ്പീസിൻ്റെ കോംബോയാണ്. ഇൻഡോറിലേക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അടിപൊളി കോംബോ. ഒത്തിരി പേര് ചോദിക്കാറുണ്ട് CC പ്ലാന്റുകൾ നമുക്ക് ഇൻഡോറിലേക്ക് ഏറ്റവും ഇതാണുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ CC പ്ലാന്റുകളാണ്. നമ്മൾ പല ടൈപ്പിലുള്ള CC പ്ലാന്റുകൾ കൊണ്ടുവരാറുണ്ട്. ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പോട്ടുകളിൽ പോട്ട് സൈസ് വ്യത്യാസങ്ങളായിട്ട് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അതിൽ നല്ല ബുഷിയായിട്ടുള്ള പോട്ടുകളാണ് ഇതിൽ കൊണ്ടുവന്നേക്കുന്നത്. ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇൻഡോറിലേക്കൊക്കെ ഏറ്റവും നല്ലതാണെന്ന് നമ്മളെപ്പോഴും പറയുന്ന നമ്മുടെ ഈ സുന്ദരിക്കുട്ടി അടിപൊളി പ്ലാന്റാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പീസ് ലില്ലി കാറ്റലോഗിൽ എനിക്ക് തോന്നുന്നത് 2 ടൈപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ലേ, 2 ടൈപ്പ് ഇല്ലേ കാറ്റലോഗിൽ? ഇല്ല അല്ലേ, ഒരു ടൈപ്പ് ഉള്ളൂ. ഇതാണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ള പീസ് ലില്ലി കേട്ടോ. നല്ല ഭംഗിയാണ്. ഇങ്ങനെ ഇത്രയും തിക്കായിട്ട് വന്നേക്കുന്ന ഇതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് മാത്രം എടുക്കണമെങ്കിൽ അങ്ങനെ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇമ്പോർട്ടഡ് വെറൈറ്റി ആണിത്. ഇങ്ങനെ നല്ല ഭംഗിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിന് നമ്മളുടെ ഒരു പ്രാവശ്യം നമ്മൾ വെള്ളത്തിൽ വളർത്താവുന്ന രീതിയിൽ അങ്ങനെ കൊണ്ടുവന്നായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ആ മാതൃകയിലുള്ള ഒരു ചെടിയാണ് ഇത് കേട്ടോ. ഇതിൽ പൂക്കളുടെ എണ്ണത്തിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ ഞാൻ കാണിച്ചതിൽ 3 എണ്ണമാണ്. ഇപ്പോൾ ചിലതിൽ 2 എണ്ണം മിക്കതിലും തന്നെ ഉണ്ടല്ലേ. മിനിമം 2 എണ്ണം ഉണ്ടായിരിക്കും കേട്ടോ. ഇങ്ങനെ ഇതിലൊക്കെ ഇപ്പോൾ 4 പൂവാണ് കാണുന്നത്. അത് കണ്ടോ, 4 പൂവാണ് ഇവിടെ ചെടികൾ ഇരിക്കുന്നതുകൊണ്ട്. ഇത് നോക്കിയേ, ഇതിൽ കൂടുതൽ പൂക്കളുണ്ട്.
അപ്പം എല്ലാത്തിലും അത്രയൊന്നും ഉണ്ടായിരിക്കില്ല. എന്തായാലും മിനിമം 4 പൂക്കളെങ്കിലും, അല്ല സോറി 2 പൂക്കളെങ്കിലും ഉണ്ടായിരിക്കും കേട്ടോ. അതാ ഇതിലൊക്കെ കൂടുതലാണ് ഇരിക്കണേ കേട്ടോ പൂക്കൾ. ഇതിലൊക്കെ 3 എണ്ണമൊക്കെ ഉണ്ട്. മിക്കതിലും തന്നെ 3 എണ്ണം 4 എണ്ണം ഒക്കെ ഉണ്ട്, അതിൽ കൂടുതലൊക്കെ ഉണ്ട്. എന്നാലും ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലതിൽ 2 പൂക്കളൊക്കെ കാണുന്നുണ്ട്. എന്താ അതാ പറഞ്ഞേ. അപ്പൊ വേറൊരു വെറൈറ്റിയും കൂടെ കാറ്റലോഗിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഇത് തന്നെ നോക്കി സെലക്ട് ചെയ്തോളൂ കേട്ടോ. ഇതിപ്പോൾ 2 വെറൈറ്റി കാറ്റലോഗിൽ കിടക്കുന്നുണ്ട്. പിന്നെ ആദ്യത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ. ഞാൻ കോമ്പോയുടെ കാര്യം മറന്നുപോയി. ആദ്യത്തെ പ്ലാന്റ് ഇതാണ്. ഈ നല്ല ഭംഗിയുള്ള പ്ലാന്റ്. അപ്പോൾ സെറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവർ അങ്ങനെ ചൂസ് ചെയ്തോളൂ കേട്ടോ. രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ് CC പ്ലാന്റിന്റെ ഡോർഫ് വെറൈറ്റി. ഇങ്ങനെ ഇത്രയും തിക്കായിട്ടുള്ള പോട്ടുകളായിരിക്കും കേട്ടോ. നമ്മൾ 150 തുടങ്ങിയുള്ള പോട്ടുകൾ കൊണ്ടുവരാറുണ്ട്. CC ഡോർഫിലും ബ്ലാക്കിലും കൊണ്ടുവരാറുണ്ട്, നോർമൽ CCയിലും നമ്മൾ കൊണ്ടുവരാറുണ്ട്. 150 തുടങ്ങി 120 തുടങ്ങിയുള്ള പ്ലാന്റുകൾ ചിലപ്പോഴൊക്കെ നമുക്ക് വരാറുണ്ട്. ഇത് നല്ല ഏറ്റവും ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അതായത് നമ്മൾക്ക് കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയ പോട്ടിലുള്ള പ്ലാന്റ് ആണ് ഇത് കേട്ടോ. ഇങ്ങനെ നല്ല ഭംഗിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പാകത്തിന് ഉള്ള തിക്കായിട്ടുള്ള പോട്ടുകളാണ് കേട്ടോ. നിറച്ചും കിഴങ്ങുകളും ഇതൊക്കെ ആയിട്ടായിരിക്കും. CC പ്ലാന്റ് തുടക്കത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അധികം വെള്ളം കോരി ഒഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കിഴങ്ങുകൾ റൈസും ചീഞ്ഞ് കളയാതിരിക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് സീസയാണ്. ഈ ഒരു ഇത്രയും ഒരു പോട്ടിൻ്റെ ഇതിലായിരിക്കും കേട്ടോ വരിക. ഇത്രയും ഒരു സൈസായിരിക്കും വരിക. ഇങ്ങനെ 3 പ്ലാന്റ് ആണ്. ബ്ലാക്ക്, പിന്നെ ഡ്വാർഫ്, ഈ പീസ് ലില്ലി. ഇങ്ങനെയായിരിക്കും കേട്ടോ. ഇതിൻ്റെ 3 പ്ലാന്റിനും കൂടെ 1000+ കൊറിയറാണ്. 1000+ കൊറിയർ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ തന്നെ ഓർഡർ ചെയ്തോളൂ. ഇത്രയും അടിപൊളി പ്ലാന്റ് നമുക്ക് നോർമലായിട്ട് നഴ്സറിയിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയില്ല. ഇതിപ്പോൾ നമ്മൾ അത്രയും സെലക്ട് ചെയ്ത് തന്നെ എടുത്തേക്കുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ തന്നെ ഓർഡർ ചെയ്തോളൂ. നിങ്ങൾക്ക് ഫംഗ്ഷനോ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ അതനുസരിച്ച് തന്നെ ക്രമീകരിച്ചോളൂ കേട്ടോ. ഇപ്പം തന്നെ അതൊക്കെ ഭംഗിയാക്കി വെച്ചോളൂ. പിന്നെ ഈ പ്ലാന്റുകളൊക്കെ നടുമ്പോൾ ആദ്യം തന്നെ അകത്തേക്ക് കയറ്റി വെക്കരുത്. എത്ര ഇൻഡോർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്നതല്ല, ആരുടെ കയ്യിൽ നിന്ന് എടുത്താലും നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് തന്നെ വെക്കാൻ ശ്രമിക്കാം. അപ്പോൾ വെയിലല്ല പറയുന്നത്, നല്ല വെളിച്ചം, ഇൻഡയറക്റ്റ് വെളിച്ചം ഉള്ള സ്ഥലത്ത് തന്നെ വെക്കണം കേട്ടോ. പിന്നെ നട്ടിട്ട് ഉടനെ തന്നെ നമ്മൾ അകത്തേക്ക് വെക്കരുത്, റിപ്പോർട്ട് ചെയ്തിട്ട്. അത് ഏത് പ്ലാന്റും അങ്ങനെ തന്നെ പുറത്ത് തന്നെ വെക്കുക. പുറത്ത് വെച്ച് ആ ഒരു നമ്മുടെ വെയിലും ചൂടും ഇതൊക്കെ ഒന്ന് സെറ്റായി നമ്മുടെ പോട്ടിംഗ് മിക്സിലേക്ക് വേര് പിടിച്ചതിന് ശേഷം മാത്രമാണ് അകത്തേക്ക് വെക്കാമുള്ളൂ. അപ്പോൾ ഹൗസ് വാമിംഗ് ഒക്കെ വന്നവർ വേഗം തന്നെ എടുത്തിട്ട് അകത്തേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസത്തിനുള്ളിൽ ഇലകളൊക്കെ മഞ്ഞയ്ക്കും. അപ്പോൾ അതൊന്ന് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച് നല്ല ഭംഗിയാക്കിയിട്ട് ഹൗസ് വാമിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കും അകത്തേക്ക് വെക്കാം. പിന്നെ പൂക്കളൊക്കെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇതൊക്കെ മരുന്നൊക്കെ കൊടുത്തിട്ടാണ് ഇത്രയും നല്ല പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള മരുന്നുകൾ കൊടുക്കുക, DAP ഒക്കെ അതൊക്കെ കൊടുക്കുക, വളർച്ചയ്ക്ക് നാനോ യൂറിയ ഒക്കെ കൊടുക്കുക. അങ്ങനെയൊക്കെ മരുന്നുകളും ഇതെല്ലാം നമ്മൾ ഉടനെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താലാണ് അതനുസരിച്ചുള്ള പൂക്കളൊക്കെ ഇങ്ങനെ ഇത്രയും ഭംഗിയിലൊക്കെ നിൽക്കുള്ളൂ. നോർമൽ കേസിൽ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പൂക്കളൊക്കെ ഉണ്ടായിക്കോളൂ കേട്ടോ. കുറച്ച് മഴക്കാലത്തൊക്കെ ധാരാളം പൂക്കളൊക്കെ ഉണ്ടായിക്കോളൂ. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ ഈ 3 കോംബോ ഞാൻ കാണിച്ചു. ആദ്യത്തെ കോംബോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോത്തോസിൻ്റെ 400+ കൊറിയർ, രണ്ടാമത്തെ കോംബോ എന്ന് പറയുന്നത് സാൻഡവേരിയുടെ കോംബോ 300+ കൊറിയർ, അവസാനം കാണിച്ചത് നമ്മുടെ പീസ് ലില്ലിയും CC പ്ലാന്റുകളുള്ള കോംബോ 1000+ കൊറിയറാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ ഓർഡർ ചെയ്തോളൂ. പിന്നെ നമ്മളുടെ ഇക്സോറ പ്ലാന്റുകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേഗത്തിൽ ഓർഡർ ചെയ്തോളൂ കേട്ടോ. റോസ് വെറൈറ്റി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്സ് ചെയ്ത വെറൈറ്റികൾ നമുക്ക് കുറവായിരിക്കും. അപ്പോൾ പിന്നീട് കിട്ടാൻ വഴിയില്ല. കഴിഞ്ഞ ആഴ്ചയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ ആഴ്ചയിൽ കുറച്ച് മാത്രമേ നമുക്ക് റോസ് വെറൈറ്റി വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ തന്നെ ഓർഡർ ചെയ്താലാണ് ഇതൊക്കെ കിട്ടുള്ളൂ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് സ്റ്റോക്ക് ഒത്തിരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു 2-3 മണിക്കൂറിനുള്ളിൽ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ ഓർഡർ ചെയ്തോളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതല്ലാതെ വേറെ പ്ലാന്റ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് ഒരു എന്താ പറയുക, ഒരു ഡിസ്കൗണ്ട് സെയിലുണ്ട് കേട്ടോ. ഉടനെ ഒരു ഡിസ്കൗണ്ട് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനും കൂടെ വെയിറ്റ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.